നാടകം ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പം ഈ പറയുന്ന പോലെ 30 ദിവസത്തെ റിഹേഴ്സലൊക്കെ കഴിഞ്ഞ് ഒരു സാധനം സെറ്റ് ചെയ്തിട്ട് നമ്മൾ പോയിട്ട് പെർഫോം ചെയ്യുന്ന സമയത്ത് ഒരു ആക്ടറിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് അവിടെ സെറ്റ്, മ്യൂസിക്, ലൈറ്റ്, ഓഡിയൻസിന്റെ ഇത് എല്ലാം ഒരു ആക്ടറിനെയും കൂടി സപ്പോർട്ട് ചെയ്യും. അയാളുടെ പെർഫോമൻസിനെയും സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ പോകും. ഈ മ്യൂസിക് ഒക്കെ നമ്മളുടെ ആക്ടിങ്ങിനെ സപ്പോർട്ട്, അപ്പോൾ മ്യൂസിക് കേട്ടിട്ട് നമുക്ക് പെർഫോം ചെയ്യുന്ന സമയത്ത് വേറൊരു ഔട്ട് വരും. ഈ സിനിമയിൽ പറഞ്ഞത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പെർഫോം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിലോട്ട് ബാക്കി ടെക്നീഷ്യൻസ്മാർ വന്നിട്ടാണ് നമ്മൾ ചെയ്ത സാധനത്തിനെ മറ്റ് പരിപാടികളൊക്കെ വെച്ചിട്ട് ലിഫ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ രണ്ട് വ്യത്യാസങ്ങളുണ്ട്. ഒന്ന് നമ്മൾ നഗ്നമായിട്ട് സിനിമ ക്യാമറയ്ക്ക് മുൻപിൽ ചെയ്യുന്ന, പിന്നെ കുറച്ചും കൂടെ നമ്മൾ പ്രേക്ഷകരുടെ രീതി കുറച്ചും കൂടെ രണ്ട് മീഡിയത്തോടുള്ള അപ്രോച്ച് ഭയങ്കര ഡിഫറെന്റാണ്. നമ്മളൊരു നാടകത്തിൽ ഇതാക്കിയിട്ട് അതാ ട്രെയിൻ പോയി എന്ന് അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെവിടാ ട്രെയിൻ എന്ന് നമ്മൾ ചോദിക്കൂലല്ലോ. പക്ഷെ സിനിമയിലെ സ്ഥലങ്ങളിൽ നമുക്കിങ്ങനെ റാൻഡമിലി എവിടെങ്കിലും ഏതെങ്കിലും ഒരു ആക്ടർ പറഞ്ഞതുകൊണ്ട് അത് വിശ്വസിക്കത്തില്ല. അതായത് സിനിമയ്ക്ക് നമ്മൾ വിശ്വസിക്കാൻ നമ്മളെ വിശ്വസിപ്പിക്കണം. മറ്റേ നമ്മൾ കുറച്ചും കൂടെ വെയിലെത്തുമ്പോ ഇതവളെ ദളവേ ആയിരിക്കും എന്ന് വിചാരിച്ച് കാണും. സഭ മ്യൂസിക്കിന്റെ കാര്യം പറഞ്ഞല്ലോ, നമ്മളിങ്ങനെ സിനിമകൾ കാണുമ്പോ തോന്നുവേ സഭയുടെ ചിരിയില്ലേ, അതൊരു ഭയങ്കര ജാനിയമ്മനൊക്കെ ആണെങ്കിലും ഇപ്പൊ ആ ചിരി പ്ലേസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ BGM ഇട്ട് കൊടുത്ത് അത് പല ഷെയ്ഡ്സിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ചിരിയാണെന്ന് തോന്നിയിട്ടുണ്ട്. സോ വേറെ ആരും പറഞ്ഞിട്ടില്ല ചേട്ടൻ അല്ലേ? അതായത് ജാനിയമ്മനിലൊക്കെ ഒരു ചിരി ഉണ്ടല്ലോ, അപ്പം നമുക്ക് ചില ഷോർട്സിലൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു ചിരി പ്ലേസ് ചെയ്യുന്ന കാണാം. അപ്പൊ ആ ചിരിക്ക് നമുക്ക് BGM കൊടുത്തിട്ട് അത് പല ഷെയ്ഡിൽ കൊണ്ടുപോകാൻ പറ്റും. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് അങ്ങനെ ആരെങ്കിലും ചെയ്തത് കണ്ടായിരുന്നോ അതോ ചെയ്ത് നോക്കിയോ? അങ്ങനെ ഒബ്സർവ് ചെയ്തതാണ് എന്തോന്ന് ഞാനൊരു ക്ലച്ച് പിടിച്ചത് സൈഡിൽ കൊടുത്തൊന്ന് തീർത്തോട്ടെ. ശരിക്കും അത് പറഞ്ഞപ്പോ എക്സൈറ്റഡ് ആയി. അല്ല അങ്ങനെ പിന്നെ പക്ഷെ ആ മുഖത്ത് ഞാൻ എക്സൈറ്റ്മെന്റ് അല്ല ആദ്യം തന്നെ സഭയുടെ കുറെ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്ന ആളായോണ്ട് ചോദിച്ചു. അങ്ങനെ ചെയ്ത് നോക്കിയോണ്ട് ചോദിച്ചത് ശരിക്കും അല്ല. ബേസിക്കലി സഭയെ നമ്മള് സിനിമയില് ഞാൻ കരയുന്നല്ല പറഞ്ഞു. സഭയെ നമുക്ക് ഏത് സ്പേസിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ആക്ടർ എന്നുള്ള രീതിയാണ് നമുക്കൊക്കെ കോവർക്ക് ചെയ്യുമ്പോ ഇങ്ങനെ നിൽക്കുന്ന നിപ്പിൽ ദുഷ്ടനാക്കാം, ഭയങ്കര സാധുവാക്കാം, എങ്ങോട്ട് വേണമെങ്കിലും ഭയങ്കര സ്പെക്ട്രോ ഭയങ്കര ഏത് സ്ഥലങ്ങളിലേക്കും പ്ലേസ് ചെയ്യാന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിലെ സഭയുടെ പ്രസക്തി. അതെ, ഇപ്പൊ ഈ നൈറ്റ് റൈഡേഴ്സിൽ തന്നെ ആണല്ലോ എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു സഭയുടെ പെർഫോമൻസും. സഭയുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് എന്തോരം എനർജിയാണ് തിരിച്ച് നമുക്ക് കിട്ടുന്നത്. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതിന്റെ ഇരട്ടിയാണ് പുള്ളി തിരിച്ചു തരുന്നത്. അപ്പൊ നമുക്കും ശരിക്കും അത് ഭയങ്കര പെർഫോം ചെയ്യാനൊക്കെ ഭയങ്കര മൊത്തത്തിൽ ഓൾ ഇൻ ഓൾ സഭയുടെ പെർഫോമൻസ് നൈറ്റ് റൈഡേഴ്സിൽ ഇതുവരെ ഞാൻ സഭയുടെ പടങ്ങളിൽ കണ്ടിട്ടുള്ളതിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പെർഫോമൻസ് ആണ് സഭയുടെ. ഇതൊക്കെ തന്നെയാണ് അങ്ങോട്ടും ഇവരുടെ കാര്യങ്ങളിലും എനിക്ക് പറയാൻ. അങ്ങനെ ആകുന്ന സമയത്താണ് ഒരു ഞങ്ങൾ 3 പേരുള്ള സീനിൽ എല്ലാവർക്കും ഒരേ ഇതുപോലെയാ പോകുന്നത്. ഡയലോഗിന്റെ പരിപാടികൾ കാണുന്നുണ്ടെങ്കിലും ഗീവ് ആൻഡ് ടേക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിലും എല്ലാം ആ ഒരു രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഇപ്പം ഇവരുടെ സീനെല്ലാം ഡെവലപ്പ് ചെയ്യുന്ന ഒരു പരിപാടി. ഇപ്പോൾ ഒരു സ്ക്രിപ്റ്റ് പരിപാടി ഇങ്ങനെ വന്നു, ഈ സ്ക്രിപ്റ്റിൽ നോഫലൊക്കെ പറയും ഇത് പോരടാ ഈ സീന് നമുക്കൊന്ന് ഇതാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ 3 പേരും കൂടി വിളിച്ചുകൊണ്ട് ഇതെങ്ങനെ ചെയ്യാൻ പറ്റുമോ മറ്റേതാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ ഇംപ്രൂവൈസ് ചെയ്ത് കയറ്റാൻ ക്യാമറ ഓരോ ചെറിയ സാധനമാണെന്നുണ്ടെങ്കിലും അതിനത് ഭയങ്കര കാര്യമുള്ള കാര്യമായിരിക്കും. നമ്മളിപ്പോഴേ ക്യാരക്ടർ റോൾസ് കൂടുതലും ചെയ്യുന്ന സമയത്ത് അതായത് ആ സിനിമയുടെ മൊത്തത്തിലുള്ള വിജയം അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ക്യാരക്ടർ റോൾസ് വരുമ്പം അതിന് ശ്രദ്ധ കിട്ടുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ സ്പെസിഫിക് ആയിട്ട് അത് മാത്രം നോട്ടീസ് ചെയ്യുന്ന സമയം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ക്യാരക്ടർ റോൾസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അടുത്ത സിനിമ വരുമ്പോൾ നമ്മളൊരു ബെഞ്ച് മാർക്ക് വെക്കാറുണ്ടോ? എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യുക, അതായത് ഇന്ന റോള് ചെയ്തു, ഇനി അടുത്തത് ഇന്ന റോള് ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം ഫോളോ ചെയ്യാറുണ്ടോ നിങ്ങൾ ആരെങ്കിലും? സത്യം പറയാല്ലേ, എനിക്ക് ഇവരുടെ കാര്യം ഏകദേശം കഥാവാനാണ് വഴി. എന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരെണ്ണം ചെയ്തു, നേരെ ഇതായിട്ട് വർക്കായി
അത്രേ ഉള്ളൂ. അതല്ലാതെ ഓക്കെ ബെഞ്ച് മാർക്കായി ഡെസ്ക് ഒരുപാട് വലിയ കാര്യങ്ങളാണ് ഈ പറയുന്നത്. പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെ അത് ചെയ്യാന്നുള്ളത്. അതെ, ഇത് വലിയ സംഭവമാണ് ഇപ്പൊ പറഞ്ഞത്. അത് നമ്മളെ കൊണ്ട് എപ്പോഴെങ്കിലും ഒക്കെ അങ്ങനെ സാധിക്കട്ടെ, സാധിക്കും. അതെ, ഒരു ഇന്റർവ്യൂവിന് വന്നിരിക്കുമ്പോ കുറച്ച് നന്നായി ചോദിക്കുക എന്നുള്ളത് അല്ല, എന്റെ ഉത്തരവാദിത്തമാണല്ലോ. നല്ല ചോദ്യമായിരുന്നു. അതെ, നല്ല ചോദ്യമായിരുന്നു. ഓക്കെ, അപ്പൊ മാത്യുവിന് ഭയങ്കര തമിഴ് ഫാൻസ് ഒക്കെ ഉണ്ടല്ലേ? കാരണം നൈറ്റ് റൈഡേഴ്സ് നമ്മളിങ്ങനെ യൂട്യൂബിൽ അടിച്ചു കൊടുക്കുമ്പോൾ ഒരു തമിഴ് ന്യൂസ് ഉണ്ട്, മാത്യുവിന്റെ പുതിയ സിനിമ നൈറ്റ് റൈഡേഴ്സ് വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു തമിഴ് ഒരു ന്യൂസ് ഒക്കെ കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ഈ സിനിമയുടെ പോസ്റ്റർ ഇറങ്ങിയ സമയത്ത് വേറെ ഏതൊക്കെയോ ഇങ്ങനെ ആൾക്കാർ ഷെയർ ചെയ്യുമല്ലോ, അങ്ങനെ ഞാൻ കണ്ടത് അതിന്റെ താഴെ ഒരു കമന്റ് കിടപ്പുണ്ട്, തലപ്പതി അല്ലെങ്കിൽ അങ്ങനെ വിജയുടെ പോലിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റ്സ് ഉണ്ട്. മാത്യു അത് ഇങ്ങനെ കേൾക്കാറുണ്ടോ അങ്ങനത്തെ? കേൾക്കാറില്ല, കമന്റ് ആയിട്ടാ തന്നെ, ആരും നേരിട്ട് പറയുന്നില്ലല്ലോ. കമന്റ്സ് കാണാറുണ്ട്. ഭയങ്കര ഹാപ്പിയാണ്. ഭയങ്കര അത്രയും വലിയൊരു സൂപ്പർ സ്റ്റാറിന്റെ ഒപ്പം റിസംബ്ലൻസ് ഉണ്ട്. മാത്യു ആക്ച്വലി ലിയോയിൽ മാത്യുവിനെ ചൂസ് ചെയ്യുന്ന സമയത്തെ വിജയ് സാറിന്റെ എന്തെങ്കിലും ഷെയ്ഡ് അങ്ങനെ എന്തെങ്കിലും ക്യാരക്ടർ റിസംബ്ലൻസ് നമുക്ക് ആ ക്യാരക്ടർ പിടിക്കാൻ പറ്റുന്നോ അല്ലെങ്കിൽ ചെറിയ റിസംബ്ലൻസ് ഉണ്ടോ എന്നൊക്കെ നോക്കിയായിരുന്നോ? അല്ല, അവരതുകൊണ്ടാ കാസ്റ്റ് ചെയ്തേ. അല്ല, പുള്ളിയുടെ മോനാന്ന് വിശ്വസിക്കണമല്ലോ, അതുകൊണ്ടാണ് കാസ്റ്റ് ചെയ്തേക്കുന്നത് എന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പയ്യൻ കൊള്ളാമെന്ന് ചെയ്തോളും എന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണ് അവർ കാസ്റ്റ് ചെയ്തേക്കുന്നത്. മെയിൻ റീസൺ ഡെഫിനറ്റ്ലി റിസംബ്ലൻസ് ആണ്. അല്ലാതെ ഉറപ്പായിട്ട് ആക്ടേഴ്സിന്റെ സ്പേസിൽ ഇപ്പൊ മലയാളത്തിൽ തമിഴിലായിട്ടുള്ള ആക്ടേഴ്സിന്റെ സ്പേസുകളിൽ എടുത്ത് കാസ്റ്റിംഗ് പോകുമ്പോ ഏറ്റവും റിസംബ്ലൻസ് ഉള്ള ആള് ഈ ആക്ടർ അഭിനയിക്കുകയും ചെയ്യും. അതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയൊക്കെയാണ് നമുക്ക് അവിടെ ഒരു കിട്ടിയത്. പക്ഷെ അടിപൊളിയല്ലായിരുന്നു. അതെനിക്ക് ഭയങ്കര അല്ലല്ല, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. നമുക്കിങ്ങനെ വിജയെ അപ്പ എന്നൊക്കെ വിളിക്കുന്ന ഷോട്ട് ഉണ്ടല്ലോ, ഞാൻ മാത്രമാണ് മോനായിട്ട് അഭിനയിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. അല്ലെങ്കിൽ സാർ തന്നെയാണല്ലോ സാറിന് മോനായിട്ട്. അല്ല, അങ്ങനെ പറഞ്ഞല്ല, അത് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ഇനിയിപ്പോ ആരും വരൂല്ല, റിട്ടയർ ചെയ്ത് പൊളിറ്റിക്സ് ഒക്കെ പോയുള്ളൂ. നമ്മുടെ പേരിൽ തന്നെ അല്ല, അങ്ങനെയല്ല, അത് ഭയങ്കര സാറും അത് ഭയങ്കര രസമായിരുന്നു, ഭയങ്കര മെമ്മറബിൾ ആയിരുന്നു. ഞാൻ ആരോടും പറയണ്ട, എന്റെ മനസ്സിൽ മാത്രം. ഓക്കെ, അപ്പൊ നമുക്കിനി ഒരു ചെറിയ ഗെയിം സെഷനിലേക്ക് പോകാനുണ്ടാവും ഗൈസ്. ഈ റൗണ്ട് ഇങ്ങനെയാണ്. വിഷ്ണു ചേട്ടന്റെ ഒരു ഇഷ്ടപ്പെട്ട സിനിമ മാത്യു പറയണം, മാത്യുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ മീനാക്ഷി പറയണം, മീനാക്ഷിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ റോഷൻ പറയണം, റോഷന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ സഭ പറയണം. സോ സഭയുടെ ഇഷ്ടപ്പെട്ട സിനിമ വിഷ്ണു ചേട്ടൻ പറയണം. എങ്ങനെയുണ്ട്? നന്നായിട്ട്. ഓക്കെ, വിഷ്ണു ചേട്ടൻ പറ മാത്യുവിന്റെ ഒരു സിനിമ. സോറി മാത്യു പറ. അല്ല, സഭയുടെ പറയണം. ഞാൻ ഇവിടുന്ന് ഇങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം. ഞാൻ വിഷ്ണു ചേട്ടന്റെ പറയണം. വിഷ്ണു ചേട്ടന് ഇഷ്ടപ്പെട്ട ഒരു സിനിമ ഞാൻ പറയാം, പുരുഷപ്രേതം. അല്ലെങ്കിൽ അല്ല, ആവാസവ്യൂഹം വിഷ്ണു ചേട്ടന് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണോ അതോ ഞാൻ അഭിനയിച്ച സിനിമയാണോ പറയണ്ടത്? വിഷ്ണു ചേട്ടൻ അഭിനയിച്ചതില് മാത്യുവിന് ഇഷ്ടമുള്ള സിനിമ ഏതാന്ന് മാത്യു പറ. ഇത് സിമ്പിൾ അല്ലേ? എനിക്ക് ഇഷ്ടമുള്ള സിനിമ ഞാൻ പറഞ്ഞാൽ മതിയോ? അല്ല, വിഷ്ണു ചേട്ടന് നിനക്ക് ഇഷ്ടമുള്ള പടം, വിഷ്ണു ചേട്ടൻ അഭിനയിച്ച ഒരു സെക്കൻഡ്. വിഷ്ണു ചേട്ടന്റെ ഒരു പടം ഇഷ്ടപ്പെട്ടത് ഞാൻ പറയണം. ഒരു ഒറ്റ ഇടി ഞാൻ ഇടിക്കും. ഞാൻ ഇവിടുന്ന് ഗെയിം മുഴുവൻ പറഞ്ഞു. മീനാക്ഷി പറഞ്ഞു. അതായത് വിഷ്ണു ചേട്ടൻ അഭിനയിച്ചത് പറ. ഞാൻ കാര്യങ്ങളായിട്ട് പക്ഷെ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ഗെയിം ആയിരുന്നു ഞാൻ മനസ്സിലാക്കിയത് എങ്ങനെയാന്ന് വെച്ചാൽ, വിഷ്ണു ചേട്ടൻ ഇഷ്ടപ്പെട്ട ഒരു സിനിമ. അതെങ്ങനെ നിനക്കറിയാം? അല്ല, അതാണല്ലോ ഗെയിം, അതല്ലേ? അത് ഞാൻ ഗസ് ചെയ്യുന്നത്. പക്ഷെ ഇഷ്ടപ്പെട്ട ആക്ച്വലി ഐഡിയ ഞാൻ അടുത്ത ഇന്റർവ്യൂവിൽ എടുക്കാം. അല്ല, അത് മുദ്ര മറ്റേ വിഷ്ണു ചേട്ടന്റെ ഇഷ്ടപ്പെട്ട സിനിമ. ക്ലാരിഫൈ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലേ കറക്റ്റ്? അല്ലല്ല, ഞാൻ പറയട്ടെ, വിഷ്ണു ചേട്ടന്റെ ഇഷ്ടപ്പെട്ട സിനിമ എന്നാണ് ഞാൻ പറയാല്ല. വിഷ്ണു ചേട്ടന്റെ വന്നില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ രണ്ടുപേരും എങ്ങനെ ഈ സിനിമ മുഴുവൻ അഭിനയിച്ച് തീർത്തത്? നിങ്ങൾ രണ്ടുപേരും കൂടെ എങ്ങനെ സിനിമ അഭിനയിച്ച് തീർത്തത്? ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത് പോലും അവന് പറ്റുന്നില്ല. ഞാൻ പറഞ്ഞല്ലേ കറക്റ്റ്? ഞാൻ പറയാം, വിഷ്ണു ചേട്ടൻ അഭിനയിച്ച
മാത്യുവിന് ഇഷ്ടമുള്ള ഒരു പടം. അതാണോ? അതെ, അതായത് വിഷ്ണു ചേട്ടന്റെ ഫിലിമോഗ്രഫി എടുക്കുമ്പോൾ അതെനിക്ക് മാത്യുവിന് ഇപ്പൊ മനസ്സിലായി. ഇഷ്ടപ്പെട്ട സിനിമ ഇതാണ് ഏതാണെന്ന് മാത്യു പ്രശ്നം. പറയുന്നു. ഇത് തന്നെ പ്രശ്നം. അതെനിക്ക് ഇപ്പൊ ലോകം അംഗീകരിക്കുന്നില്ല എന്നെ. പറ. ഞാൻ അറിഞ്ഞില്ല ഒരു ഗെയിം കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ കോലാഹലം ഉണ്ടാവും. താങ്ക് യു. നിനക്കിപ്പോ പറയാൻ പറ്റിയ ഒരു ഞാൻ പറയാം. റോഷൻ സോറി സോറി ഇതൊന്ന് റെക്കോർഡ് ചെയ്യോ ഇതാരെങ്കിലും സോറി മീനാക്ഷി. എനിക്ക് റോഷൻ പറഞ്ഞ ഇഷ്ടപ്പെട്ട